ഇനി എറണാകുളം കളമശ്ശേരിയിലുണ്ടായ പാചകവാതക ടാങ്കർ ലോറി അപകടവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ തുടർ അപ്ഡേറ്റ്സുകൾ കൂടി വരുന്നുണ്ട്. ഈ ടാങ്കർ ലോറി മറിഞ്ഞതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് BPCL. സുരക്ഷാ വീഴ്ചയടക്കം പരിശോധിക്കും. അപകടത്തിൽപ്പെട്ട പാചകവാതക ടാങ്കറിലെ ചോർച്ച പരിഹരിച്ചു. ടാങ്കർ മറ്റൊരു ക്യാബിനിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് അയാൾ വെള്ളമായിട്ട് വണ്ടി ഓടിക്കുന്നത് ഈ വണ്ടി മറ്റേ നമുക്ക് 30 ദിവസമായി. ഇപ്പോൾ ഈ വെള്ളം ഇയാൾ വെള്ളം ഈ വണ്ടിയാണ് ഓടിക്കുന്നത്. ഇതിലിപ്പോൾ ഇത് തിരിച്ചു വിട്ടപ്പോൾ 3 മാസമായി. തിരിച്ചു വിട്ടപ്പോൾ ഇവിടെ 5 സമയം പോയി. അത് ഈ സമയത്തിൽ ഓടുമ്പോൾ ഇത് വളയിൽ ഓടിക്കുമ്പോൾ കൊഞ്ചം ഇതെല്ലാം അല്ല നമുക്ക് ഇളം ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ അത് എങ്ങനെയായാലും കൊഞ്ചം വണ്ടി ഇതാവും, മതിയും ഇത് ശരിയാവും. അത് കൂടുതലായി ലോഡ് വന്ന് വെള്ളം പൊഴും കേസല്ലേ, വെള്ളം പൊഴും. അതൊക്കെ കൊണ്ടാണ് കൊഞ്ചം അങ്ങോട്ട് പോകണപ്പോൾ വണ്ടി വർഷം വണ്ടി മറിക്കുന്നത് കാര്യമാണ്. ഗ്യാസ് ലീക്ക് വല്ലതും ഉണ്ടോ? ഇല്ലല്ല, ലീക്ക് ഇരുന്നെങ്കിലും കുഴപ്പമില്ല. ഇത് അതിപ്പോൾ ഇപ്പോൾ വേറെ ഒന്നുമില്ല. അത് ലീക്ക് ഇരുന്നപ്പോൾ അവർ ഇതിന് മുമ്പ് അത് PPC വന്നില്ല. PPCR അവർ മറ്റേ സാധനം അതിന് മുമ്പ് മാറ്റിക്കാണും ലോഡ് അത്രയും. യെസ്, കൂടുതൽ വിവരങ്ങൾക്കായി SS ശരണിലേക്ക് പോകാം. ശരൺ, എന്തായാലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വാതക ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് കളമശ്ശേരി പോലെയുള്ളൊരു ഹൈ ഡെൻസിറ്റി ഉള്ളൊരു സ്ഥലത്ത് അത്തരം ഒരു വാതക ചോർച്ച ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തെ വളരെ ഗൗരവതരമായി തന്നെയാണ് BPCLും കാണുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ റോഡിൽ കിടക്കുന്ന ആ ടാങ്കർ ലോറി മാറ്റാനുള്ള ശ്രമങ്ങൾ എവിടെ വരെ എത്തി ശരൺ? ഗിൽസി, വൻ ദുരന്തമാണ് ഒഴിവായതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്നലെ രാത്രി 11:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ശരി TVS ജംഗ്ഷന് സമീപത്തായിട്ട് തന്നെ പുതിയൊരു ക്യാബിൻ കൊണ്ടുവന്ന് ഇത് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് ഇവിടേക്ക് പുതിയ ക്യാബിൻ എത്തിച്ചത്. നേരത്തെ തന്നെ BPCL അടക്കം അറിയിച്ചിരുന്നത് ഇവിടേക്ക് ഒരു ക്യാബിൻ എത്തിക്കും, അതിനുശേഷം ഈ ക്യാബിൻ മാറ്റി പ്ലേസ് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും നടക്കുക എന്നുള്ളതാണ്. അത് ആരംഭിച്ചിട്ടുണ്ട്. ഒരു 10 മണിക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് BPCL പ്ലാനിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ രാത്രി 11:30 കൂടിയാണ് ഈ വലിയ അപകടം ഉണ്ടാകുന്നത്. ഇരുമ്പനത്ത് നിന്നും ഗുജറാത്തിലേക്ക് പോവുകയായിരുന്നു. അതായത് ഇരുമ്പനത്ത് നിന്നും പ്ലാന്റിൽ നിന്നും വാതകം നിറച്ചുകൊണ്ട് ഈ ടാങ്കർ ഈ കളമശ്ശേരി TVS ജംഗ്ഷനിലേക്ക് എത്തുന്നു. അങ്ങനെ വളയുമ്പോഴാണ് ഇത് അപകടത്തിൽ പെടുകയും ചെയ്തിരുന്നത്. എന്നാൽ നേരത്തെ നമ്മൾ ഡ്രൈവറുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അടക്കം പറയുന്നത് നേരത്തെ ഈ ഗതാഗത പരിഷ്കാരങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നതാണ് 2 മാസം മുമ്പ്. അതിനുശേഷം ഇവിടേക്ക് എത്തിയപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടായി. അത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടായി. ഇതോടൊപ്പം തന്നെ വളഞ്ഞപ്പോൾ തെന്നി വീഴുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ എൻജിൻ വേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്യാബിൻ മാറ്റി പ്ലേസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ തന്നെ കളമശ്ശേരി എന്നാൽ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശമാണ്, ഏറ്റവും തിരക്കുള്ള പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ്. അങ്ങനെ ഇത്രയേറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടം, ഒപ്പം സമീപത്തായി തന്നെ മെട്രോ തൂണുകളുണ്ട്. മെട്രോ ഓടുന്ന സ്ഥലം കൂടിയാണ്, അല്ലെങ്കിൽ മെട്രോ കടന്നു പോകുന്ന വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ വാതക ചോർച്ച ഉണ്ടായെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി. ആളുകളെ ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കാമെന്നുള്ള നടപടികളിലേക്ക് അടക്കം സംബന്ധിച്ചുള്ള ആലോചനകളടക്കം ശക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും എങ്ങനെയാണ് ഈ വാതക ചോർച്ച കണ്ടെത്തിയെന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു പോകണം. അതായത് ഈ തുടക്കത്തിൽ ഇത്തരത്തിൽ ഇത് ടാങ്കർ മറിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ ടാങ്കറിനെ ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. അങ്ങനെ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ചോർച്ച കണ്ടെത്തുകയും ചെയ്തിരുന്നത്. അതിനുശേഷം മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ കൂടിയാണ് ഈ വാതക ചോർച്ചയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വേറെ ഒരു രീതിയിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പ്രധാനമായും ഈ ടാങ്കർ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 10 മണിക്കുള്ളിൽ തന്നെ ഈ ടാങ്കർ BPCL പ്ലാനിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ശരൺ, ഇപ്പോൾ ഈ ടാങ്കർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗതം അവിടെ നിയന്ത്രണമോ തടസ്സമോ ഒക്കെ ഉണ്ടോ? ജിൽസി, നമുക്ക് ഒരു വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം. അതായത് ആലുവയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കളമശ്ശേരി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഈ റോഡ് വഴിയാണ് ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടാങ്കർ മറിഞ്ഞതിന് പിന്നാലെ തന്നെ ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതാണ്. ഈ റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തന്നെ നിരോധിച്ചിരുന്നതാണ്. എന്തായാലും ഈ ടാങ്കർ ഇവിടെ നിന്ന് പൂർണ്ണമായും മാറ്റിയ ശേഷം മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ. ഇതുവഴി ഇപ്പോൾ ഗതാഗതം അനുവദിച്ചിട്ടില്ല. മറിച്ച് മറുവശത്ത് വാഹനങ്ങൾ ഓടുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ മറ്റ് ക്രമീകരണങ്ങളടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ ഗതാഗത തടസ്സം നേരിടാതെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ റോഡ്, അതായത് ടാങ്കർ മറിഞ്ഞ റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ് ശരൺ, എന്തായാലും വലിയ ഗൗരവതരമായി തന്നെയാണ് വിഷയത്തെ BPSL കാണുന്നതിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്തുകൂടെ പോകുന്ന ആളുകൾ കൂടെ ഒന്ന് സൂക്ഷിക്കുക. ഒരു വശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അവിടെ റോഡിൽ കിടന്ന ടാങ്കർ മാറ്റാനുള്ള ശ്രമങ്ങൾ, അതൊരു ക്യാബിനിലേക്ക് മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിവരങ്ങളാണ് SS ശരൺ നൽകിയത്.